പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ജെറമിയ 15:19 കർത്താവ് അരുളിച്ചെയ്യുന്നു, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെ ആകും. യാക്കോബ് ശ്ലീഹ 3:2 യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയുന്നു. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. അതിനാൽ നാം നമ്മുടെ നാവിനെ നിയന്ത്രിച്ചേ പറ്റൂ. നാം പൂർണ്ണത പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ നാവിനെ നിയന്ത്രിക്കുകയാണ്. ലൗകിക വ്യർത്ഥ ഭാഷണം, കുറ്റം വിധിക്കൽ, പരദൂഷണം, നുണ പറയൽ, അധിക സംസാരം എന്നിവയെല്ലാം നാം ഉപേക്ഷിച്ചാൽ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാൻ സാധിക്കും. നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുകയാണ് നാം ചെയ്യേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ അസൂയ ഉള്ളതുകൊണ്ടാണ് മറ്റുള്ളവരെ നാം കുറ്റം പറയുന്നത്. മറ്റുള്ളവരെ ചെറുതാക്കുമ്പോൾ ഒരു ചെറിയ സന്തോഷം നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ട്. അത് സാത്താൻ്റെ പ്രവർത്തനമാണ് എന്ന് നാം തിരിച്ചറിയണം. നാം വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നമ്മുടെ നാവ് ദൈവത്തിൻ്റെ നാവ് പോലെ ആകും. സങ്കീർത്തനം 34:13 തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്. ഫിലിപ്പി 3:20 നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതിനാൽ സ്വർഗത്തെ ലക്ഷ്യമാക്കിയാണ് ഈ ഭൂമിയിൽ നാം ജീവിക്കേണ്ടത്. എന്നാൽ നാം പലപ്പോഴും ഭൗമികമായ കാര്യങ്ങളിലെ കുറിച്ചാണ് ചിന്തിക്കുന്നതും അതിനുവേണ്ടിയാണ് അധ്വാനിക്കുന്നതും പ്രയത്നിക്കുന്നതുമെല്ലാം. സമ്പത്ത്, പണം, സ്ഥാനമാനങ്ങൾ, അതുപോലെ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളും കയ്യടികളും പിടിച്ചു പറ്റാനുള്ള പരിശ്രമമാണ് നമ്മുടെ ഭാഗത്തുള്ളത്. ഇവയെല്ലാം നശ്വരങ്ങളാണ് എന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഇല്ല. സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്നവർക്ക് ഇവയെല്ലാം വിലകെട്ടവ തന്നെയാണ്. വിലകെട്ടതിന് വില കൊടുക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. നാം പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിനത്തിൽ ദൈവത്തിൻ്റെ മുൻപിൽ കണക്ക് കൊടുക്കേണ്ടി വരും. യേശു പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം ബാക്കിയെല്ലാം നമുക്ക് ലഭിക്കുമെന്ന്. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് നൽകിയ ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് നൽകുക തന്നെ ചെയ്യും. യോഹന്നാൻ 6:27 യേശു പറയുന്നു, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്ന്. നമ്മെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. നമുക്ക് നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ വിശുദ്ധി വേണം. അതുകൊണ്ട് നമ്മിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികതയും അശുദ്ധിയും ദുർവിചാരങ്ങളും ദ്രവ്യാസക്തിയും ദുഷ്ടതയും അശുദ്ധ ഭാഷണവും അഹങ്കാരവും അസൂയയും വിദ്വേഷവും എല്ലാം നാം ഉപേക്ഷിക്കണം. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടെ നിഷ്കാസനം ചെയ്യണം, പുതിയ മനുഷ്യനായി മാറണം. എഫേസ്യർ 4:22 വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നമ്മുടെ ഹൃദയത്തിലാണ് മാറ്റങ്ങൾ വരേണ്ടത്. ജോയേൽ 2:13 ജോയേൽ പ്രവാചകനിലൂടെ കർത്താവ് അരുളിച്ചെയ്യുകയാണ്, നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് എന്ന്. പഴയ മനുഷ്യനെ ദൂരെ എറിയണമെങ്കിൽ ഹൃദയത്തിൽ മാറ്റം വന്നേ മതിയാവൂ. എഫേസ്യർ 4:29-31 വരെയുള്ള തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ വേദനിപ്പിക്കരുത്.
അപ്പോൾ സകല വിദ്വേഷവും, ക്ഷോഭവും, ക്രോധവും, അട്ടഹാസവും, ദൂഷണവും എല്ലാ തിന്മകളും നാം ഉപേക്ഷിക്കണം. ഇവയെല്ലാം നാം ഉപേക്ഷിക്കുമ്പോഴാണ് പഴയ മനുഷ്യനെ ദൂരെ എറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. എഫേസ്യസ് 4:27 തിരുവചനം പറയുന്നുണ്ട്, സാത്താന് നാം അവസരം കൊടുക്കരുത് എന്ന്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.